ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിതാ ഇതുപോലെ കുറച്ച് സ്ട്രോബെറീസാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത സ്ട്രോബെറീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറുതായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നല്ല പഴുത്ത സ്ട്രോബെറി നോക്കി തന്നെ വേണം എടുക്കാൻ ഈ ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇപ്പം സ്ട്രോബെറിയൊക്കെ പാനിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഇത് വേവിച്ചെടുക്കാനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചത് ഇതുപോലെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ സ്ട്രോബെറിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല പ്യൂരി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലോണം തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ലോണം ഒന്ന് നല്ലൊരു പേസ്റ്റാക്കി അരച്ചെടുത്ത് വരാം. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു പുഡിങ്ങിനുള്ള ആ ഒരു മിക്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒരു 1/2 ലിറ്ററിൽ കൂടുതൽ പാല് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്തെടുത്ത സ്ട്രോബെറി മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചൈന ഗ്രാസ് ആണ്. അപ്പോൾ ഒരു 10 ഗ്രാം അളവിൽ ചൈന ഗ്രാസ് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിൽ മധുരത്തിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് പഞ്ചസാര വേണമെങ്കിൽ അതും അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇത് അല്ലെങ്കിൽ 2 മിക്സായിട്ട് അങ്ങനെയും എടുക്കാം. അപ്പോൾ ഇത്രയും അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഞാൻ ചേർത്തത് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇനി ഇതിപ്പം ചൈന ഗ്രാസൊക്കെ ഒന്ന് മെൽട്ടായി വരുന്നത് വരെ നല്ലോണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ഈ സമയത്ത് നമ്മൾ നല്ല പഴുത്ത സ്ട്രോബെറി എടുത്തിട്ട് ഇല്ല എങ്കിൽ ചില സമയത്ത് ഇത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ നല്ല പഴുത്ത സ്ട്രോബെറി നോക്കി എടുക്കുക, അതല്ലെങ്കിൽ ചൈന ഗ്രാസ് സെപ്പറേറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് മെൽട്ടാക്കി എടുത്ത് ഒഴിച്ചു കൊടുത്താലും മതി. അങ്ങനെ ഇപ്പോൾ സ്ട്രോബെറി മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറുതായിട്ട് ഇതൊന്ന് പിരിഞ്ഞ പോലെയൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ നല്ലോണം തണുത്തതിന് ശേഷം ആ മിക്സ് ഒന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുത്താലും മതി. ഇങ്ങനെ ഇതുപോലെ ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ ചെറിയൊരു പുഡിംഗ് ഗ്ലാസ്സിലേക്ക് ഞാൻ ഇതുപോലെ ഒഴിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു അളവിലാണ് ഒഴിച്ചെടുക്കുന്നുള്ളത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇനിയൊരു ലെയറും കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. ഇത് ഫസ്റ്റ് ലെയറായിട്ടാണ് ഞാൻ ഈ ഒരു മിക്സ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇതിലെല്ലാം ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. സെക്കൻഡ് ലെയർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ജെല്ലി പൗഡറാണ് സ്ട്രോബെറിൻ്റെ. അപ്പോൾ ഇതുപോലെ ഒരു പാക്ക് ജെല്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ ഇത് 250 ml കപ്പിൽ ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ജെല്ലിയൊക്കെ നല്ലോണം മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇനി ഇതേ അളവിൽ കുറച്ച് നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ജെല്ലി മിക്സ് നമുക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇനി ഇതുപോലെ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ലെയറൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായി നമുക്ക് ഈ ജെല്ലി മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് 3 ലെയറായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഇനി സെക്കൻഡ് ലെയറാണ് ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി കഴിക്കുമ്പോൾ കാണാനും നല്ലൊരു ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനും കാര്യമൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒരു വെറൈറ്റി പുഡിങ്ങൊക്കെ തയ്യാറാക്കി എടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഇഫ്താർ ടൈമിലൊക്കെ ഇത് തയ്യാറാക്കി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ഒരു പുഡിംഗ് ട്രേയിലേക്കും ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ വെറൈറ്റി പുഡിങ്ങൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അതുപോലെ ഈ ഒരു പുഡിങ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം. അങ്ങനെ ഇപ്പോൾ പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ജെല്ലി മിക്സ് ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ഇതായി കിട്ടും, സെറ്റായി കിട്ടും. അങ്ങനെ ഇപ്പോൾ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ലെയർ നമുക്ക് റെഡിയായി. ഇനി മൂന്നാമത്തെ ലെയർ വളരെ ഈസി ആയിട്ടുള്ള ഒരു ലെയറാണ്. കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല തിക്കായിട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതുപോലെ ഒരു ക്രീമി ടെക്സ്ചറിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ഒരു ക്രീമി ടെക്സ്ചറായിട്ടാണ് വേണ്ടത്, അതുകൊണ്ട് ഞാനിതുപോലെ ചെയ്തെടുത്തു. ഇനി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലിട്ട് നല്ലോണം ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിതൊന്ന് സെറ്റാക്കി എടുത്ത് കഴിക്കാനേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്ട്രോബെറി കട്ട് ചെയ്ത് അതും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഒന്ന് ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രം. ഇതിൻ്റെ മുകളിലായി കുറച്ച് നട്ട്സൊക്കെ വെച്ച് അങ്ങനെയും നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.